ഹലോ നമസ്കാരം. ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അതായത് ഈ ആഴ്ചയിൽ തന്നെ നടക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാനായിട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ തൻ്റെ മാനം രക്ഷിക്കാനായിട്ട് രോഹിത്തിൽ നിന്നും ഹരിയിൽ നിന്നും മാനം രക്ഷിക്കുക എന്ന് മാത്രമല്ല, തൻ്റെ അനുജനെ കൊണ്ട് ആ മഹാപാപം ചെയ്യാതിരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അലീനയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അനിയനെങ്ങാനും ആ മഹാപാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എപ്പോഴെങ്കിലും സത്യം അറിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒരു കുറ്റബോധം, ആ ഒരു സംഭവം ഓർത്ത് നീറി അവൻ ജീവിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു തെറ്റിൽ നിന്ന് അവനെ ഒഴിവാക്കുകയും വേണം, തൻ്റെ മാനം രക്ഷിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് അലീന രോഹിത്തിൽ നിന്നും ഹരിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് തൻ്റെ വയറ്റിലേക്ക് തന്നെ ആ കത്രിക കുത്തിയിറക്കുന്നത്. അത് കണ്ടിട്ട് ആകെ ഷോക്കായി പോവാണ് ഹരിയും രോഹിത്തുട്ടോ. ആകെ പകച്ചു പോവാണ്. ഇനി എന്ത് ചെയ്യും? ആകെ അങ്ങനെ കുത്തേറ്റിട്ട് അലീന പറയുന്നുണ്ട്, എൻ്റെ മാനം രക്ഷിക്കാൻ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. ഇത് എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല രോഹി, നിന്നെ രക്ഷിക്കാൻ കൂടിയിട്ടാണ്. ഭാവിയിൽ നിനക്കുണ്ടാവുന്ന മനോവിഷമത്തിൽ നിന്ന് കൂടിയാണ് നിന്നെ ഞാൻ രക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ പെട്ടെന്ന് തളർന്ന് അങ്ങനെ കുഴഞ്ഞു വീണു പോവാട്ടോ. അപ്പോൾ രോഹിത്തും ഹരിയും ആകെ പകച്ചു പോവാണ്. രോഹിത്തിന് ഭയങ്കര പേടിയാവുന്നുണ്ട്. ഹരിയാണെങ്കിൽ ശരിക്കും ഹരി ഷോക്കായിട്ടുണ്ട്. ഇങ്ങനൊരു പ്രതികരണം, ഇങ്ങനൊരു റിയാക്ഷൻ അലീനയിൽ നിന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എടാ ഹരി, എനിക്ക് പേടിയാകുന്നു എന്ന് രോഹിത് പറയുമ്പോൾ, എടാ എനിക്കും അറിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇവളെ എങ്ങനെ ഇവിടെ നിന്ന് മാറ്റും, ഇനിയിപ്പോൾ ഇവളിവിടെ കിടന്ന് മരിച്ചു പോകുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷനാവുകയാണ് രണ്ടുപേർക്കും. കാരണം അലീനയുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഇവളെ ഇവിടെ നിന്ന് മാറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേ സമയത്താണ് നമ്മുടെ രേവതിക്കുട്ടി മനുവിനെ വിളിക്കുന്നത് കേട്ടോ. അലീന ചേച്ചിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, നിൻ്റെ ചേച്ചി ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അല്ല മനുവേട്ടാ, കുറച്ച് നേരത്തെ രോഹിത്തേട്ടന് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുകയാണ് രേവതിക്കുട്ടി. രോഹിത്തിന് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാനോ? രോഹിത്ത് അവിടെ ഇല്ലല്ലോ, ഞാൻ കണ്ടതല്ലോ, ഞാൻ വരുമ്പോൾ രോഹിത്ത് കോളേജിലേക്ക് പോകുന്നത്. അല്ല മനുവേട്ടാ, രോഹിത്ത് തിരിച്ചു വന്നു, ഇന്ന് കോളേജില്ലാന്ന് തോന്നുന്നു, സ്ട്രൈക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു എന്ന് തിരിച്ചു വന്നു എന്ന് പറയാണ് രേവതിക്കുട്ടി. ആണോ, അങ്ങനെയോ? എന്നിട്ട് അപ്പോൾ പറയുന്നുണ്ട്, രോഹിത്തേട്ടന് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഒരു തവണ ഉണ്ടായ പ്രശ്നം അറിയാലോ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നാൽ ഉടനെ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത്രയും നേരമായിട്ടും ചേച്ചി വിളിക്കുന്നില്ല, എനിക്ക് ആകെ പേടിയാകുന്നു. അപ്പോൾ എത്ര സമയമായി രേവതിക്കുട്ടി വിളിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ, മനുവേട്ട ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ചേച്ചി വന്നില്ല എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ മനുവിനാകെ എന്തോ ഒരു പന്തികേട് തോന്നുക കേട്ടോ. ജ്യൂസ് കൊണ്ടുപോയി കൊടുത്ത് മിനിറ്റുകൾക്കകം ഇറങ്ങി വരാം, പക്ഷേ ഇത്രയും നേരമായിട്ടും അലീന വന്നില്ല എന്ന് കേൾക്കുമ്പോൾ എന്തോ പന്തികേട് തോന്നുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, താൻ വിഷമിക്കേണ്ട, ഞാൻ മുത്തശ്ശിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അതിനുശേഷം ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയണം മനു. അങ്ങനെ ഫോൺ കട്ടാക്കിയതിന് ശേഷം രേവതിക്കുട്ടിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ, അലീനയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാഞ്ഞിട്ട്. അങ്ങനെ മനു മുത്തശ്ശിയെ ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ മുത്തശ്ശിയെ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നല്ലാണ്ട് മുത്തശ്ശി എടുക്കുന്നില്ല കേട്ടോ, മുത്തശ്ശി ഉറക്കത്തിലാണ്. അതേസമയം അലീനയുടെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ട്, അലീനയുടെ ഫോണും റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ വീണ്ടും മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഉറക്കത്തിൽ ഇങ്ങനെ ഉണരുക കേട്ടോ. മുത്തശ്ശി എന്നിട്ട് പറയുന്നുണ്ട്, മോളെ അലീനെ, ആ ഫോണൊന്ന് ഇങ്ങോട്ടേക്ക് എടുത്തേ എന്ന് പറയണം. അപ്പോൾ ആ മുത്തശ്ശിയുടെ തൊട്ടടുത്ത് മൊബൈലില്ല കേട്ടോ, മുത്തശ്ശിയുടെ കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് മൊബൈൽ വെച്ചേക്കുന്നത്. മുത്തശ്ശിക്ക് എഴുന്നേറ്റ് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ മനുവിനും എന്തോ ടെൻഷൻ പന്തികേടൊക്കെ തോന്നുകയാണ്. അങ്ങനെ മനു പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരിക കേട്ടോ. അതേസമയം ഈ ഹരി കയറിയതിന് ശേഷം വീട് അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മനു വന്ന് നോക്കുമ്പോൾ വീട് ലോക്ക് ചെയ്യാത്തതായിട്ട് കാണുകയാണ്. അങ്ങനെ പെട്ടെന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുക. മുത്തശ്ശിയാണെങ്കിൽ മനുവിൻ്റെ ഫോൺ വന്നപ്പോൾ തൊട്ട് അലീനയെ വിളിക്കുന്നതാണ്, മോളെ അലീനെ, കൊച്ചെ നീ എവിടെയാണ്, ഇങ്ങോട്ടേക്കൊന്ന് വന്ന്, ഈ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒന്ന് വന്ന് എടുത്തേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അലീനയുടെ ഒരു സൗണ്ടും കേൾക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശി ചിന്തിക്കുന്നത് അലീന അപ്പുറത്ത് എന്തെങ്കിലും അലക്കുന്ന ജോലിയിലോ എന്തെങ്കിലും ആയിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് വന്നതൊന്നും മുത്തശ്ശിക്ക് അറിയില്ലല്ലോ. അപ്പം മനു നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി എന്താ ഫോൺ എടുക്കാത്തേ മുത്തശ്ശിയും ചോദിക്കണേ. ആ മനു, നീ
പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പോയതായിരുന്നു മുത്തശ്ശി. പിന്നെ നീ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായി. അലീന എന്തേ എന്ന് ചോദിക്കുകയാണ്. അലീന ഇവിടെ എവിടെയെങ്കിലും കാണും മോനെ, എന്തേ? രോഹിത്ത് വന്നോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ് മനു. ഇല്ലല്ലോ, എനിക്കറിയില്ല, ഞാനൊന്ന് ഉറങ്ങിപ്പോയി മോനെ എന്ന് പറയണം. അപ്പോൾ നീ എങ്ങനെ അറിഞ്ഞു രോഹിത്ത് വന്നു എന്ന്? അതൊക്കെ ഞാൻ അറിഞ്ഞു, രേവതിക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, രോഹിത്ത് എൻ്റെ റൂമിലേക്ക് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു, പക്ഷേ ഇത്രയും നേരമായിട്ടും താഴേക്ക് വന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പം മുത്തശ്ശിക്ക് ആകെ ടെൻഷനാവുകയാണ്. മോനെ, അവനെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവോ, നീ ഒന്ന് ചെന്ന് നോക്കിയെന്ന് പറയണം. അങ്ങനെ മനു പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ചെല്ലുക കേട്ടോ. മുകളിലേക്ക് ചെല്ലുമ്പോൾ ഡോറ് ലോക്ക് ചെയ്തേക്കുന്നതാണ് കാണുന്നത്. ലോക്ക് ഇങ്ങനെ മുട്ടുകയാണ്, വാതിൽ മുട്ടുമ്പോൾ രോഹിത്തും ഹരിയും ആകെ പതറി പോകട്ടോ. അപ്പോൾ ഹരി പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ഞാനിവിടെ ഉള്ളത് കാണണ്ട, ആരാണെങ്കിലും ഞാനിവിടെ ഉള്ളത് കാണണ്ട എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ അലീനയെ എങ്ങനെ ഒളിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. പക്ഷേ അതിന് എന്തായാലും സാധ്യതയില്ല. അലീനയെ ഇനി ഒളിപ്പിച്ചിട്ടും കാര്യമില്ല, റൂമിൽ മൊത്തം ബ്ലഡാണ്, ആര് വന്നാലും കാണും. അപ്പോൾ വന്നേക്കുന്നത് ഒരു പക്ഷേ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യണ പോലെ സംസാരിക്കാം എന്നോർത്തിട്ട് രോഹിത്ത് ഡോറ് തുറക്കുമ്പോൾ മുന്നിൽ കാണുന്നത് മനു ആട്ടോ. മനുവിനെ കണ്ടതും രോഹിത്ത് ആകെ അമ്പരന്ന് പോകുന്നു. മനുവേട്ടൻ ഇപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ അലീന എന്തേന്ന് ചോദിക്കുകയാണ് മനു. അലീനയോ? അലീന ഇവിടെ ഇല്ല, നീ മാറി നിൽക്കടാ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിതിനെ തള്ളി മാറ്റിക്കൊണ്ട് റൂമിലേക്ക് കയറുകയാണ് മനു. ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ മനു കാണുന്നത് ഹരി വാഷ്റൂമിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അത് കണ്ടതും മനുവിന് ദേഷ്യം പിടിക്കുകയാണ്. മനുവിനെ പിടിച്ച് വലിച്ചിങ്ങോട്ട് ഹരിയെ പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് മനു. നീ എന്താടാ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മനുവേട്ടാ, ഞാൻ ഇങ്ങോട്ട് ചുമ്മാ വന്നതാണ്. അലീന എന്തേന്ന് ചോദിച്ച് തിരിയുമ്പോഴാണ് അലീന അവിടെ ഇങ്ങനെ ബ്ലഡിൽ ആകെ കുളിച്ച് കിടക്കുന്നത് കാണുന്നത് കേട്ടോ. എന്താടാ ഇവക്ക് പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടുപേരോടും കൂടി ഭയങ്കര ഷൗട്ട് ചെയ്യുമ്പോൾ അത് മനുവേട്ട ഒന്നുമില്ല, ഞങ്ങളൊന്നും ചെയ്തില്ല, അവൾ സ്വയം കത്രിക എടുത്ത് കുത്തിയതാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇവളെ ചെയ്യാൻ പോയത്, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് മനു. വളരെ ദേഷ്യത്തോടെ അവർ രണ്ടുപേരെ നന്നായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ മനു. എന്നിട്ട് പറയുന്നുണ്ട്, രണ്ടും ഇവിടം വിട്ട് എവിടേക്കും പോകരുത്, ഞാൻ വരുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് അലീനയും കൈകളിൽ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് പോവുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ മനു മോനെ എന്താണ്, അലീന എന്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്നുമില്ല, അലീനക്ക് ചെറിയൊരു തലക്കറക്കമുണ്ടായി, തല കറങ്ങി കിടക്കുകയായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാമെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാതെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മനു അലീനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ. അങ്ങനെ മനു അലീനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് ഹരിയും രോഹിത്തും ആകെ പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നോർത്തിട്ടോ. അങ്ങനെ ആണെങ്കിൽ ബാലചന്ദ്രനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, അലീനയ്ക്ക് ഇങ്ങനെ മുറിവ് പറ്റിയിട്ടുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ അലീനയെ എടുത്ത് മനു കാറിലേക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ശർമ്മ സാറിൻ്റെ ഡോഗ് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് കുരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഡോഗ്. അലീന ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ മയങ്ങി കിടക്കല്ലേ. അപ്പോൾ മനു അവനോട് പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണെടാ, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മനു കാറിൽ കയറ്റിയും കൊണ്ട് കൊണ്ടുപോവാണ് അലീനയെ. അത് നോക്കി ഇങ്ങനെ നിൽക്കണം ആ ഡോഗ് അവിടെ കേട്ടോ. ഡോഗ് കുറച്ച് നേരം ആ കാറിൻ്റെ പുറകെ ഇങ്ങനെ ഓടുന്നുണ്ട്, അതിനുശേഷം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ മനു അലീനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകണം ആദ്യം തന്നെ. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറ്റിയതെന്ന് അറിയില്ല, ഇങ്ങനെ കയ്യിൽ കൊണ്ട് അബദ്ധത്തിൽ കൊണ്ടതാണെന്ന് തോന്നുന്നു എന്നൊക്കെ മനു പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റർമാർ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല, ഇത് പോലീസിൽ അറിയിക്കണം, ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പോലീസിൽ അറിയിക്കണം, അത് ഞങ്ങളുടെ റൂളാണ് എന്ന് പറയണം. അപ്പോൾ മനു ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. മനുവിന് നല്ല ടെൻഷനുണ്ട്, പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഹരിയും രോഹിത്തും ആണല്ലോ ഇതിൻ്റെ പ്രതികളായിട്ട് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും അവർ പോലീസിൽ അറിയിക്കും എന്ന് പറയണം. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളൊന്ന് വന്നോട്ടെ, അങ്കിളിൻ്റെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയാണ്, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് മനു ഡോക്ടർമാരോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. എടാ മനു, എന്താ പറ്റിയത്, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അങ്കിളെ, എനിക്കൊന്നും അറിയത്തില്ല, എന്നെ രേവതിക്കുട്ടി വിളിച്ചതാണ്, അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കേട്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ അരിച്ച് കയറട്ടോ, ഭയങ്കര
ഭയങ്കര ദേഷ്യം വരികയാണ്. രണ്ടെണ്ണത്തിന് നല്ലതുപോലെ പെരുമാറണം. എന്താണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, ഹരിയാണ് രോഹിത്തിനെ കൂടെ വഷളാക്കുന്നത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്കിളെ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, തൽക്കാലം മലീനയുടെ കാര്യങ്ങൾ ഡോക്ടറോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രനെയും കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇത് പോലീസിൽ കേസാക്കണം, എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അപ്പോൾ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ഞാൻ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടത് എന്ന് മനു പറയാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും മലീനയ്ക്ക് ബോധം വന്നാൽ മാത്രമേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് വേണ്ടി വരും മിക്കവാറും. ഏതാണ് ഗ്രൂപ്പ് എന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് 2 പേർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ, ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ ആ ബ്ലഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് എടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഡോണറെ കണ്ടെത്തേണ്ടി വരും എന്ന് പറയാണ്. ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യാനായിട്ട് വരേണ്ടി വരും എന്ന് പറയാണ് ഡോക്ടർ. ശരി ഡോക്ടർ, ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞാൽ മതി, സംഘടിപ്പിക്കാം എന്ന് പറയാണ് മനു. അങ്ങനെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ടെൻഷനിലാണ് ബാലചന്ദ്രനും മനുവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആരോടെ പറയുമെന്നൊക്കെ ഓർത്തിട്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് വൈജയന്തി വിളിച്ച് പറയുന്നുണ്ട് വീട്ടിൽ മക്കൾ വരുമ്പോൾ ആരും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ആ 2 എണ്ണം അവിടെ തന്നെ ഉണ്ട് അങ്കിളെ എന്ന് പറയണം. എന്നാൽ ഒരു കാര്യം ചെയ്യാം മനു, നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് അമ്മയോടൊക്കെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം എന്ന് പറയാണ്. അപ്പോൾ അങ്കിളിപ്പോൾ പോവല്ലേ, അങ്കിളും കൂടി പോയി കഴിഞ്ഞാൽ ഞാനാകെ ഒറ്റയ്ക്കായി പോവില്ലേ എന്ന് പറയാണ് മനു. എന്നൊരു കാര്യം ചെയ്യാം, വൈജിയോട് വേഗം വീട്ടിലേക്ക് ചെല്ലാൻ പറയാം, ഇനിയിപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരുമല്ലോ എന്ന് പറയണം. എന്നാൽ ആൻറ്റിയോടൊന്ന് അങ്കിള് വിളിച്ച് പറയാം വേഗം വീട്ടിലേക്ക് ചെല്ലാനെന്ന് മനു പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ വിളിക്കുകയാണ് വൈജിയോട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം എന്ന് പറയുമ്പോൾ എന്താ ബാലചന്ദ്രൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്താ ഏതാന്നൊക്കെ ഞാൻ പറയാം, വീട്ടിൽ നിനക്കൊരു പുന്നാര് പുത്രനുണ്ടല്ലോ, ചെന്ന് അവനോട് ചോദിക്കുക എന്താ സംഭവം എന്ന്, അവൻ പറഞ്ഞു തരും എന്താണെന്നൊക്കെ. നീ എന്തായാലും വേഗം വീട്ടിലേക്ക് ചെല്ല്, മക്കൾ സ്കൂൾ വിട്ട് വരുന്നതിന് മുൻപ് വീട്ടിലേക്ക് ചെല്ല്, അമ്മയും അവിടെ തനിച്ചല്ലേ എന്ന് പറയണം. അപ്പോൾ വൈജയന്തി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യം എന്താണെന്നൊക്കെ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാകും, നീ ഒന്ന് വീട്ടിലേക്ക് ചെല്ല് എന്നിട്ട് വിളിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ വെക്കുക കേട്ടോ. അങ്ങനെ വൈജയന്തി ആണെങ്കിൽ എന്താ സംഭവം എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ്. പിന്നീട് വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയം മനു രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് ചേച്ചിക്ക് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ മനുവേട്ടാൻ ചോദിക്കുമ്പോൾ അത് രേവതിക്കുട്ടി ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താ മനുവേട്ട എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സംഭവങ്ങളൊക്കെ പറയാണ് മനു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാട്ടോ. അയ്യോ എൻ്റെ ചേച്ചിക്ക് എന്ത് പറ്റി മനുവേട്ട, എനിക്ക് പേടിയാവുന്നു, ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ മനുവേട്ട, എന്താണ്, എനിക്ക് ചേച്ചിയോട് കാണാൻ, എനിക്ക് ചേച്ചി സംസാരിക്കണം, ചേച്ചിക്ക് ഒന്ന് ഫോൺ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ഒന്നും മിണ്ടാതിരിക്കുക, ചേച്ചി ഇപ്പോൾ കോൺഷ്യസ് അല്ല അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണം. മനുവായിട്ട് എനിക്ക് പേടിയാവുന്നു, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാം, എനിക്കിപ്പം തന്നെ ചേച്ചിയെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എങ്ങനെ ഫോൺ വെക്കാട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഗ്രേസമ്മയുടെ മാമച്ചായൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് രേവതിക്കുട്ടി. അങ്കിൾ ആൻറ്റി എനിക്ക് ഇപ്പം തന്നെ ചേച്ചിയെ കാണാം, ചേച്ചിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് പറയണം. അലീനയ്ക്ക് എന്ത് പറ്റി, എന്ത് അപകടം പറ്റിയെന്ന് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് എന്തോ അപകടം പറ്റി, ചേച്ചിയെ ഹോസ്പിറ്റലിലാക്കിയേക്കാണ്, ചേച്ചിക്ക് ബോധമില്ലാന്നാണ് മനുവേട്ടൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഭയങ്കര കരച്ചിലാട്ടോ. എന്താ മോളെ നീ പറയുന്നത്, എന്താണെങ്കിലും കാര്യം തെളിച്ച് പറ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല ആൻറ്റി, ചേച്ചിയെ ഹോസ്പിറ്റലിലാക്കി എന്നാണ് മനുവേട്ടൻ പറഞ്ഞത്, എന്തോ സംഭവിച്ചിട്ടുണ്ട് ചേച്ചിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി ഞാൻ വിളിക്കട്ടെ, ഞാൻ വിളിച്ച് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് മാമച്ചായൻ്റെ ഫോണിൽ അന്ന് ബാലചന്ദ്രൻ്റെ നമ്പർ ഉണ്ടായിരുന്നല്ലോ, ആ നമ്പറിലേക്ക് വിളിക്കണം മാമച്ചായൻ. എന്നിട്ട് ഇത് ഞാൻ മാമച്ചായനാണ് എറണാകുളത്ത് നിന്നെന്ന് പറയുന്നുണ്ട്. ആ മനസ്സിലായി എന്താണെന്ന് ചോദിക്കുമ്പോൾ അലീന എവിടെ, അലീനയ്ക്ക് എന്താ പറ്റിയത്, ഇവിടെ രേവതിക്കുട്ടി ഭയങ്കര കരച്ചിലാണ്, അലീനയ്ക്ക് എന്തോ പറ്റിയെന്നും പറഞ്ഞിട്ട് എന്ന് പറയണം മാമച്ചായൻ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല, എന്താ സംഭവിച്ചത് എന്നറിയില്ല. മനു ചെല്ലുമ്പോൾ അലീന ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു, ഒരു കത്രിക കൊണ്ട് വയറ്റിൽ മുറിവായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതെന്ത് പറ്റിയെന്ന് ചോദിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, അലീനയ്ക്ക് ബോധം വന്നാൽ മാത്രമേ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണം ബാലചന്ദ്രൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മാമച്ചായൻ ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ ആ കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കണം. രേവതിക്കുട്ടി ഭയങ്കര കരച്ചിലാണ്, എനിക്കിപ്പോൾ തന്നെ ചേച്ചിയെ കാണണം, അങ്കിൾ എന്നെ ഇപ്പം തന്നെ ഒന്ന് കൊണ്ടുപോകും, എനിക്ക് ചേച്ചിയെ കാണണം, എനിക്ക് ചേച്ചി ഇല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ നീ വിഷമിക്കലേ, നമുക്ക് പോവാം എന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയെയും കൊണ്ടിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതേസമയം വൈജയന്തി വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്നത് വീടൊന്നും അടച്ചിട്ടില്ല കേട്ടോ, വീടൊക്കെ തുറന്ന് കിടക്കുന്നതാണ്. ആ ഡോഗ്, ശർമ്മ സാറിൻ്റെ ഡോഗ് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈജയന്തിയെ കണ്ട്
കണ്ടപ്പോൾ ആ ഡോഗ് പെട്ടെന്ന് അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇവിടെ, നീ പോ എന്നും പറഞ്ഞുകൊണ്ട് അതിനെങ്ങനെ ആട്ടി പായിപ്പിക്കുകയാണ്. അങ്ങനെ വൈജയന്തി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വാതിൽ തുറന്ന് കിടക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലണം. നീയായിരുന്നോ? അപ്പോൾ അലീന എന്തേ എന്ന് ചോദിക്കുമ്പോൾ അലീന ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കണം. അലീനയ്ക്ക് എന്താ പറ്റി, ഹോസ്പിറ്റലിലാക്കി എന്നൊക്കെ ബാലചന്ദ്രൻ വിളിച്ച് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ മനു വന്നിരുന്നു, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രോഹിത് വന്നു എന്ന് പറഞ്ഞു, മനു എന്നിട്ട് ഇപ്പോൾ വന്നു, അലീന എന്തോ ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ മുത്തശ്ശി പറയണം. അപ്പോൾ എല്ലാം കൂടി കേട്ടിട്ട് വൈജയന്തിക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. വൈജയന്തി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോയി നോക്കുമ്പോൾ ആ റൂമിൽ രോഹിത്തും ഹരിയും കൂടി ഇരിക്കുന്നത് കാണണം. ആ റൂമിലാണെങ്കിൽ മൊത്തം ബ്ലഡാട്ടോ. അപ്പോൾ ഇതെന്താ ഇവിടെ സംഭവിച്ചതെന്ന് ഹരിയോടും രോഹിത്തിനോടും ചോദിക്കുമ്പോൾ അവർ വൈജയന്തിൻ്റെ മുന്നിൽ രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ പറയണം, ഞങ്ങളൊന്നും ചെയ്തില്ല ആൻറ്റി, ഞങ്ങളൊരു തമാശ രൂപേണ ഇങ്ങനെ അവളെ കളിപ്പിക്കാൻ നോക്കിയതാണ്, അവളതാകെ തെറ്റിദ്ധരിച്ചു, എന്നിട്ട് അവൾ സ്വന്തമായിട്ട് മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഹരി പറഞ്ഞു ഒപ്പിക്കുകയാണ്. പക്ഷേ എന്താണെങ്കിലും വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. ഹരിയും രോഹിത്തും കൂടെ എന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവാണ് വൈജയന്തിക്ക്. വൈജയന്തി പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രനെ വിളിച്ചിട്ട് എന്താ ബാലചന്ദ്രൻ ഉണ്ടായത്, ഇവിടെയാണ് മൊത്തം ബ്ലഡാണ്, റൂമിൽ മൊത്തം ബ്ലഡാണ്, ഇവിടെ സ്റ്റെയർ കേസും താഴെ മൊത്തം ബ്ലഡാണല്ലോ, എന്താ ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് എൻ്റെ പുന്നാര മോനില്ലേ അവിടെ, ചോദിച്ചു നോക്ക്, അവൻ പറഞ്ഞു തരും എന്താ സംഭവിച്ചത് എന്നുള്ളത്. ഇനി സംഭവിച്ചത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അലീനയ്ക്ക് ബോധം വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കൊലപാതകമാണ്, കൊലപാതക കേസാണ്, പെട്ടുപോകും നിൻ്റെ മോനും നീയും ഒക്കെ പെട്ടുപോകുമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്ത് രോഹിത് എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കിക്കാൻ നിൽക്കുകയാണ് വൈജയന്തി കേട്ടോ. എന്താണെങ്കിലും നീ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വാ എന്ന് പറയാണ്. ഇവിടെ ഒരു ലേഡീൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും, നീ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വാ എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് വരുന്നത്, അവൾ ഹോസ്പിറ്റലായിട്ട് ഞാൻ എന്തിനാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വൈജയൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നോ മര്യാദക്ക്, അതാണ് നിനക്ക് നല്ലത്, മക്കൾ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി ആണെങ്കിൽ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായതെന്ന് അറിയാതെ ഭയങ്കര ഒരു ദേഷ്യം എന്തൊക്കെയോ ഉണ്ട്. അലീനയ്ക്ക് വയ്യാന്നോർത്തിട്ട് ഞാൻ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർമാർ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ട് പറയുന്നുണ്ട് ഓ നെഗറ്റീവാണ് അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ്, ആ ബ്ലഡ് ഇവിടെ ഇല്ല, അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണമെന്ന് പറയണം. അപ്പോൾ മനു പറയുന്നുണ്ട് ഞങ്ങൾ സംഘടിപ്പിക്കാൻ പെട്ടെന്ന് തന്നെ എന്ന് പറയണം. അപ്പോൾ ബ്ലഡ് ബാങ്കിൻ്റെ ആ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഡോണേഴ്സിൻ്റെ ലിസ്റ്റ്, അതിൽ നോക്കിയാൽ മനസ്സിലാകും അതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് ആ ഗ്രൂപ്പുള്ള ആളുകളുടെ നമ്പർ കിട്ടും, ഒന്ന് അന്വേഷിക്കുക എന്ന് പറയണം ഡോക്ടർ. അങ്ങനെ മനു അത് അന്വേഷിക്കാനായിട്ട് പോകാൻ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട, വൈജയന്തിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഓ നെഗറ്റീവാണ് എന്ന് പറയട്ടോ. ആണോ, എന്നാൽ ആൻറ്റിയോട് വേഗം വരാൻ പറ അങ്കിളെ, സമയം വൈകണ്ട, ആൻറ്റിയോട് വേഗം ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈജയന്തി ഇപ്പോൾ വരും എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ വൈജയന്തിയുടെ ബ്ലഡ് കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ആ സമയത്ത് വൈജയന്തി എത്തുമ്പോൾ തന്നെ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അധികം സംസാരിക്കാൻ നിൽക്കില്ല, അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണം, നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് അല്ലേ, അത് അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പും ഓ നെഗറ്റീവാണ്, നീ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല ബ്ലഡ് കൊടുക്കാനായിട്ട്, അവൾക്ക് ഞാൻ എന്തിനാണ് ബ്ലഡ് കൊടുക്കുന്നത്, വേറെ ആരുടെങ്കിലും ബ്ലഡ് എടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ നീ എന്ത് വൈദ്യ സംസാരിക്കുന്നത്, നിൻ്റെ മകൾക്കാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതെങ്കിൽ നീ ബ്ലഡ് കൊടുക്കാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൾക്കാണെങ്കിലല്ലേ ഞാൻ കൊടുക്കേണ്ടതുള്ളൂ, എൻ്റെ മകളല്ലല്ലോ അതെൻ്റെ വീട്ടിലെ വേലക്കാരിയല്ലേ, അവൾക്ക് ഞാൻ എന്തിനാണ് ബ്ലഡ് കൊടുക്കുന്നത്, ഇനി അഥവാ ബ്ലഡ് കിട്ടാതെ അവൾ അവിടെ കിടന്ന് മരിച്ചു പോകണമെങ്കിൽ എനിക്കെന്താ ചെയ്തമെന്ന് ചോദിക്കുമ്പോൾ മരിച്ചു പോകണമെങ്കിൽ നീയും നിൻ്റെ മകനും ഒക്കെ ജയിലിലാകും എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഞാൻ എന്തിനാണ് ജയിലിലാവുന്നത്, രോഹിത് എന്ത് ചെയ്തിട്ടാണ്, രോഹിത് ഒന്നും ചെയ്തില്ല, അവരൊക്കെ ഉണ്ടായ സംഭവം എന്താണെന്ന് പറഞ്ഞു, അവർ ചുമ്മാ അവളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ്, അതിന് അവൾ കയറി കത്രിക എടുത്ത് വയറ്റിലേക്ക് കുത്തുമെന്ന് അവരോർത്തു, അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്തത് ചെയ്യാത്തത് എന്നൊക്കെ അലീനയ്ക്കൊന്ന് ബോധം വന്നോട്ടെ, അപ്പം അറിയാൻ പറ്റും എന്ന് പറയണം. എന്താണെങ്കിലും പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ, അപ്പോൾ പോലീസ് വരുമ്പോഴേ നിൻ്റെ മോനും ഹരിയും ഒക്കെ പറഞ്ഞോളും, അവരുടെ രണ്ട് തല്ല് കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞോളും എന്ന് പറയണം ബാലചന്ദ്രൻ. ഇപ്പം നീ അത്യാവശ്യമായിട്ട് അലീനയ്ക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയട്ടെ വൈജയന്തി. പക്ഷേ
മനുവും ബാലചന്ദ്രനും ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ നിർബന്ധിക്കുന്നത് കാരണം ബ്ലഡ് കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ വൈജയന്തിയുടെ ബ്ലഡ് കൊടുക്കാനായിട്ട് വൈജയന്തിയെ ഹോസ്പിറ്റലിലേക്ക് സിസ്റ്റർ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. അങ്ങനെ വൈജയന്തിയാണ് അലീനയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നത്. അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏകദേശം മാച്ചായിരുന്നു. പക്ഷേ പവിതയ്ക്കും കൃഷ്ണയ്ക്കും ഒന്നും അങ്ങനെ ഒരു മാച്ചിങ് കിട്ടിയിട്ടില്ല കേട്ടോ. അലീനയ്ക്കാണ് ബ്ലഡ് ഗ്രൂപ്പ് മാച്ചായിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എന്താണെങ്കിലും വൈജയന്തി അലീനയ്ക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഡോക്ടേഴ്സ് വൈജയന്തിയുടെ ബ്ലഡ് എടുത്ത് അലീനയുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് അപ്പോഴും അലീന അൺകോൺഷ്യസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈജയന്തിയാണ് അലീനയ്ക്ക് ബ്ലഡ് കൊടുത്തിട്ട് അലീനയെ സേവ് ചെയ്യുന്നത്. അത്രയ്ക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ലെങ്കിലും മനുവിൻ്റെയും ബാലചന്ദ്രൻ്റെയും ഒക്കെ നിർബന്ധപ്രകാരമാണ് ചെയ്യുന്നത്. ഇനി ഒരു പക്ഷേ വൈജയന്തി സ്റ്റോറിയിൽ മാറി വരാനും സാധ്യതയുണ്ട് കേട്ടോ. ഒരു പക്ഷേ മനു ആയിരിക്കാം ബ്ലഡ് കൊടുക്കുന്നതും. എനിക്ക് തോന്നുന്നത് വൈജയന്തി തന്നെയാണ് ബ്ലഡ് കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ആരാണ് ബ്ലഡ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ആരാണ് ബ്ലഡ് കൊടുക്കുക എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. വൈജയന്തിയാണോ, മനു ആണോ, ബാലചന്ദ്രനാണോ എന്നുള്ളത് ഒന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.